അതിനായിട്ട് നമുക്ക് ചിന്തയ്ക്കായിട്ടൊരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളിച്ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതൊരു നിർണയം എന്നാ പറയുന്നത്. അത് മാറ്റാൻ പറ്റാത്ത ഒരു നിർണയിച്ച കാര്യം, മുന്നമേ നിർണയിച്ച കാര്യം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു നിർണയം നിന്നോട് പ്രസ്താവിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ മുന്നമേ അത് നിയമിച്ചതാണ്, അത് നിർണയിച്ചതാണ്. അപ്പം അതെന്താണ്? നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് തലമുറകളെ ജനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് തലമുറകളെ ജനിപ്പിക്കണം. ഇപ്പോൾ ഞാൻ ഒരു തലമുറയെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിമ്മി സഹോദരി എൻ്റെ തലമുറയാണ്, ഞാൻ ജനിപ്പിച്ചു. പക്ഷെ ഈ വ്യക്തിയെ ഞാൻ ജനിപ്പിച്ച് എനിക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ചിരുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ നമ്മൾ ജഡപ്രകാരം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടേതാകുന്ന എല്ലാ കാര്യത്തിനും വേണ്ടി മാത്രം നമ്മൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ആത്മാവ് നമ്മൾ ഒരു സന്തതിയെ ജനിപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിനാണ് ആ വ്യക്തി. ഹല്ലേലൂയ. ആ വ്യക്തി സ്വർഗരാജ്യത്തിൻ്റെ ഉടമസ്ഥ അവകാശത്തിലാണ്. ആ വ്യക്തിയിലൂടെ നടക്കേണ്ടിയ കാര്യങ്ങളും സ്വർഗരാജ്യത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതാണ് ആത്മീയ സന്തതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജഡപ്രകാരമുള്ള സന്തതി എന്ന് നമ്മൾ പറയും. ആത്മീയ സന്തതി ആത്മാവിലെ കാര്യങ്ങൾ ചെയ്ത് ദൈവരാജ്യത്തെ മഹിമപ്പെടുത്തണം. ഹല്ലേലൂയ. പക്ഷേ ആ ഒരു ദൈവപ്രവൃത്തി നമ്മിലൂടെ നടന്നില്ല എങ്കിൽ നമ്മൾ എത്ര തലമുറകളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാലും അതുകൊണ്ടൊരർത്ഥവും ഇല്ല. അവർ കുറച്ച് നാൾ ദൈവത്തിൽ നിൽക്കും, പിന്നെ ദൈവത്തെ വിട്ട് അവരകന്നു പോകും. പക്ഷെ ആത്മാവിൽ നമ്മൾ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രവർത്തികളും എല്ലാം, അവരുടെ ജീവിതമെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവിക പ്രവൃത്തിയാണ് നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും ദൈവം തന്ന വാഗ്ദത്വം. ആ വാഗ്ദത്വമാണ് നിറവേറപ്പെടേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പ്രാർത്ഥന നടക്കുമ്പം ഇനി തുടർന്ന് എന്താണ്, ഈ ഒരു വർഷം തീർന്നു, ഇനി തുടർന്ന് എന്താണെന്ന് ദൈവാത്മാവ് സംസാരിക്കുന്ന അനുസരിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ദൈവിക പ്രവൃത്തിയാണ് സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം എപ്പോഴും നമുക്ക് വചനപ്രകാരം നമ്മളെ ഉറപ്പിക്കുന്നത്, നമ്മൾ സന്തതിയെ ജനിപ്പിക്കുന്നുവെങ്കിൽ അത് ജഡപ്രകാരമല്ല, ആത്മപ്രകാരം ജനിപ്പിക്കുന്ന സന്തതി സ്വർഗരാജ്യത്തിലേക്കുള്ള കാര്യത്തിന് വേണ്ടിയുള്ള ആളാണ്. ഹല്ലേലൂയ. അവരായാലും അവരുടെ ജീവിതമായാലും അവരുടെ പ്രവർത്തനങ്ങളായാലും. ഹല്ലേലൂയ. അപ്പൊ ആ കാര്യം നടക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഹല്ലേലൂയ. അപ്പം നമുക്ക് അതിനെ ആധാരമാക്കി നമുക്ക് മറ്റൊരു വചനം കൂടെ നമുക്ക് ചിന്തിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ ഒരാൾക്ക് വായിക്കാം. അപ്പോൾ ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിക്കാം. ഞാൻ വളരെ ശാന്തമായിട്ട് ആ ഭാഗത്തെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ആ ഭാഗം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ആ വചനാടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകും. ഇവിടെ യേശുവിനെ ആഴമായി സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. എപ്പോഴും യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു കിടന്നിരുന്നു എന്നാ പണ്ഡിതന്മാർ പറയുന്നു. എപ്പോഴും യേശു കർത്താവിൻ്റെ ഹൃദയത്തോട് പറ്റിയാണ് തൻ്റെ സുഹൃത്ത് ബന്ധം വെച്ചിരുന്നത്. ഹല്ലേലൂയ. അപ്പം ആ യോഹന്നാൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. പറയുകയാണ്, പുതിയൊരു കൽപ്പന പറയാനല്ല ഞാൻ വന്നത്, ഞാൻ പഴയ കൽപ്പന തന്നെയാണ് പറയുന്നത്. അത് എന്നിലും നിങ്ങളിലും യേശുക്രിസ്തുവിലും വസിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ സഹോദരനെ പകയ്ക്കുകയും നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ ഇരുട്ടിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ മുന്നേ പറഞ്ഞ കൽപ്പന എന്ന് പറഞ്ഞാൽ സ്നേഹം. ഹല്ലേലൂയ. അത് യേശുവിലിരുന്നു,
എന്നിലിരുന്നു, ഇതാ ഇപ്പൊ നിങ്ങളിലും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ആ സ്നേഹം എന്താണ്, ഒരു മനുഷ്യന്റെ ഉള്ളത്തിനകത്തുണ്ടെങ്കിൽ ആ വ്യക്തി സഹോദരനെ സ്നേഹിക്കും. അപ്പൊ സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇരുട്ടിലിരിക്കുന്നു. ഇന്നയോളം അവൻ ഇരുട്ടിലാണ് ഇരിക്കുന്നത്. ഈ പാഠം, ഈ കൽപ്പന ഞാൻ എന്താണ് പുതിയതായിട്ട് പറയാൻ വേണ്ടി വന്നതല്ല. ഇത് ഓൾറെഡി യേശു പറഞ്ഞതാണ്, ഇത് പിതാവ് പറഞ്ഞതാണ്, കൽപ്പന തന്നതാണ്. ഇനി പഴയ നിയമം മുഴുവനും 2 കൽപ്പനയിൽ ഒതുക്കി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. നിന്റെ എന്താണ് സഹോദരനെ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് പുതിയ നിയമത്തിൽ തന്നു കഴിഞ്ഞു. അപ്പൊ ഇത് പുതിയ കൽപ്പന അല്ല. അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് 12-ാം വാക്യത്തില്, കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം യോഹന്നാൻ പറഞ്ഞത് സഹോദരന്മാരെ അല്ലെങ്കിൽ പ്രിയമുള്ളവരെ. ഇപ്പോ കുഞ്ഞുങ്ങളെ എന്ന് എടുത്തു പറയുന്നു. അപ്പൊ ആരെയാ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത്? 12-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ എന്ന് ഇവിടെ വിളിക്കുന്നത് അപ്പോസ്തലൻ ഉണർത്തുന്നു, നിങ്ങൾക്ക് യേശുവിന്റെ നാമത്താലുള്ള പാപമോചനം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആരാണ് ദൈവത്തിന്റെ കുഞ്ഞ്? യേശു ക്രിസ്തുവിന്റെ നാമത്താൽ പാപം ആർക്ക് കഴുകപ്പെട്ടുവോ, പാപം ആർക്ക് മോചിച്ചു തന്നുവോ, അവരാണ് ദൈവത്തിന്റെ കുഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ചെറിയൊരു കാര്യമാണ്, തലമുറകളെ എങ്ങനെ ജനിപ്പിക്കുന്നു. ഈ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെങ്ങനെ ജനിപ്പിക്കണം, ജഡത്തിൽ നമ്മൾ ജനിപ്പിക്കുന്നതും ആത്മാവിൽ ജനിപ്പിക്കുന്നതും നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ പറയുന്നു, കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി ആരോടാണ്? യേശു ക്രിസ്തുവിന്റെ നാമത്താൽ പാപമോചനം ലഭിച്ചവർക്ക്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുക, ആദ്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടുവോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ കുഞ്ഞ്, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെതാണ്. ഇവിടെ പറഞ്ഞ പോലെ ആരുടെ രക്തത്താൽ നമ്മൾ ജനിക്കപ്പെട്ടു? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജനിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ മക്കളായി. ഹല്ലേലൂയ. നമ്മൾ ഉറപ്പ് വരുത്തണം, ഇപ്പൊ നമ്മിലൂടെ ഒരു ജഡസന്തതിയെ അല്ല, ഒരാത്മസന്തതിയെ എന്താണ് ഈ പ്രാർത്ഥനയിലൂടെ എന്താണ് ഇവിടെ നടക്കുന്ന ദൈവിക പ്രവർത്തനങ്ങളിലൂടെ ദൈവം ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മിലൂടെ ജനിക്കുന്ന സന്തതി പാപം മോചിക്കപ്പെട്ട സന്തതിയായിരിക്കണം. ഹല്ലേലൂയ. ആ വ്യക്തിയെ നമ്മൾ ജനിപ്പിക്കുമ്പോൾ ആദ്യം നടക്കേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പാപം മോചിക്കപ്പെടും. ഹല്ലേലൂയ. പാപം മോചിക്കപ്പെട്ടാൽ തന്നെ അവർ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ മക്കൾ എന്ന കാറ്റഗറിയിലേക്ക് വരുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആദ്യം പാപ സ്വഭാവത്തെ ഒഴിഞ്ഞ് നമ്മൾ ജീവിക്കുന്നുണ്ടോ? ആരിലൂടെയാണ് ആത്മീയ സന്തതി ജനിക്കേണ്ടത്? ആ വ്യക്തി പാപ സ്വഭാവം ഒഴിഞ്ഞ് ജീവിക്കുന്നുണ്ടോ? പാപം അവരെ പിടിക്കാതെ അവരെ ജീവിതത്തെ അവർ സംരക്ഷിക്കുന്നുണ്ടോ? അവർക്ക് ആത്മാവിൻ്റെ ഫലത്തിലെ ഇന്ദ്രിയ ജയമെന്ന ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പാപം മോചിച്ച് കിട്ടി യേശുവിൻ്റെ യഥാർത്ഥ കുഞ്ഞാകാത്ത ഒരു വ്യക്തി പോയി ഇന്നൊരാളെ ആത്മാവിൽ ജനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഹല്ലേലൂയ. അത് ഒരിക്കലും നടക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പറയാം നമ്മൾ ജനിപ്പിച്ചു വന്നു, പക്ഷെ ജനിപ്പിക്കൽ നടക്കൂല. അങ്ങനെ ഈ വചനം എന്താണ്? തെറ്റാണ്. അപ്പോ നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കാതെ എങ്ങനെ ആത്മാവിൽ സന്തതി ഉരുവാക്കും? ഹല്ലേലൂയ. ഇപ്പൊ ഈ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്ന
ഈ വീട്ടിലെ മിനിസ്ട്രി നടത്തുന്നവരും നമ്മളെല്ലാവരും ഒരു ശുശ്രൂഷ ചെയ്യുന്നവരാ. നമ്മളെല്ലാവരും അത് ചിന്തിക്കുക. പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ ആൾക്കാർ അധികമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതോ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ പോകാത്ത ഏതെങ്കിലും പ്രവർത്തികളോ പ്രശ്നങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ തുടരുന്നുവെങ്കിൽ നമ്മൾ ഇതുവരെയും എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ പ്രാപ്തരായിട്ടില്ല. ആ പ്രാപ്തി ഇല്ലാതെ പിശാചിന്റെ മണ്ഡലത്തിൽ കിടക്കുന്ന ആ പിശാച് മക്കളാക്കി വെച്ചിരിക്കുന്ന അവന്റെ സന്തതിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞിനെ പോയി എടുത്തു കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അവിടെ പ്രശ്നമാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ജയിച്ച് നമുക്കൊരിക്കലും അവന്റെ കയ്യിലിരിക്കുന്ന സാധനത്തിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യുന്ന വിലപ്പെട്ട ശുശ്രൂഷ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ആത്മാക്കളെ ചേർക്കുകയാണ്. ഈ ആത്മാക്കൾ എന്ന് പറയുന്നതാണ് കുഞ്ഞുങ്ങൾ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 75 വയസ്സായ പരശുരാമംഗലിനെ നമ്മൾ നോക്കിയാലും എന്താണ്, ഇത് കുഞ്ഞാണ്. എവിടെ എവിടെ ദൈവരാജ്യത്തിൽ. ഇപ്പം ഈ വ്യക്തിയെ നമ്മൾ കർത്താവിന് വേണ്ടി എന്താണ് ആത്മാവിൽ ജനിപ്പിക്കുമ്പോൾ ഈ വ്യക്തി ദൈവത്തിന്റെ കുഞ്ഞാണ്, സ്വർഗരാജ്യത്തിലെ കുഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ദൈവരാജ്യത്തിൽ ഭൂമിയിൽ ആത്മാവിൽ മക്കളെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ സന്തതികളെ ജനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ആ പ്രവൃത്തിയാണ് നമ്മുടെ ശുശ്രൂഷകളിലൂടെ ഈ നാളുകളിൽ ഓരോ ദിനവും വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെപ്പെട്ട കാര്യം നടക്കുന്നില്ല എന്ന് അവരവർക്കറിയാം. ഇപ്പൊ ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം, ഇത് കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കണം. എന്താണ് ഞാൻ എൻ്റെ പാപം യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ മോചിക്കപ്പെട്ടുവോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ആത്മാവിൽ സന്തതികളെ എനിക്ക് ജനിപ്പിക്കാം. അങ്ങനെ ജനിപ്പിച്ച് ഞാൻ ആ സന്തതിയെ എവിടേക്കാണ് ആക്കുന്നത്? സ്വർഗരാജ്യത്തിലേക്കാണ്, നിത്യരാജ്യത്തിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കുക, ദൈവമേ അങ്ങനെപ്പെട്ടൊരു കാര്യം എന്നിലൂടെ നടക്കുവാൻ ഞാൻ പ്രാപ്തിയുള്ള ഒരാളായി മാറിയോ? നമ്മൾ വർഷകാലം കൊണ്ട് ചിന്തിക്കുന്നൊരു വചനമാണ് ദൈവത്തിൻ്റെ പ്രാപ്തി നൽകുന്ന ശക്തി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ, ഞാൻ ചിന്തിക്കുന്നത് 15 വർഷമായി ഈ വചനം ചിന്തിക്കുക. ദൈവത്തിൻ്റെ പ്രാപ്തി നൽകുന്ന ശക്തി. അപ്പൊ ദൈവത്തിൻ്റെ പ്രാപ്തി എന്താണ്? തൻ്റെ നാമത്താൽ താൻ എന്താണ് മറ്റുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് എന്താണ് ജനിപ്പിക്കുവാനുള്ള പ്രാപ്തി. ഹല്ലേലൂയ. കാരണം തന്നിൽ പാപമില്ല. ഹല്ലേലൂയ. താൻ പാപലോകത്തെ യേശു ഇരിക്കുമ്പോൾ തന്നെ പാപത്തെ എത്ര ശ്രദ്ധയോടെയാണ് യേശു ജയിച്ച് പുറത്തു വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മുന്നേ പാപം ചെയ്യാനുള്ള എല്ലാ ടെംപ്റ്റേഷനും വന്ന്, എല്ലാ പരീക്ഷകളും വന്ന് നിൽക്കുകയാണ്. യേശുവിൻ്റെ മുന്നേ വന്ന് നിൽക്കുകയല്ല. പക്ഷെ അവിടെ എല്ലാം താൻ പിതാവിനോടുള്ള സ്നേഹത്താൽ, തൻ്റെ പിതാവിന് കൊടുത്ത വാക്കിനാൽ, തൻ്റെ പിതാവിനോട് കൊടുത്ത ഉടമ്പടിയാൽ, താൻ ദൈവത്തിൻ്റെ മുഖം നോക്കി, പിതാവിൻ്റെ മുഖം നോക്കി മുന്നേ വന്നു നിന്ന എല്ലാ പരീക്ഷകളെയും എല്ലാ പ്രലോഭനങ്ങളെയും യേശു ജയിച്ച് പുറത്തു വന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാ യേശു മാനവരാശിയെ മുഴുവനും നേടുവാനുള്ള പ്രാപ്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. അപ്പം നമ്മുടെ ജീവിതത്തെ പ്രിയ ദൈവമക്കളെ, ഈ പ്രാർത്ഥനയുടെ നടുവിൽ, ഈ ആരാധനയുടെ നടുവിൽ 1 വർഷം ആമേൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ എത്രത്തോളം അത് സക്സസ് ആയി മാറി, നമ്മൾ എത്രത്തോളം യേശുക്രിസ്തുവിൻ്റെ നാമത്താലുള്ള പാപമോചനങ്ങളെ പ്രാപിച്ചു. ഇനി അവരവരുടെ വ്യക്തിപര ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പുറം ലോകത്തിന് ഒന്നും അറിയത്തില്ല പ്രിയ ദൈവമക്കളെ. നമ്മുടെ വ്യക്തിപര ജീവിതത്തെ ചിന്തിച്ചു നോക്കാം. നമ്മൾ അതിന് പ്രാപ്തിയുള്ള ആളായി മാറിയോ? സന്തതിയെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജഡപ്രകാരം ജനിപ്പിക്കുന്ന സന്തതി ഒക്കെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതല്ല ഇവിടുത്തെ വിഷയം. ആത്മാവിൽ സന്തതികളെ ജനിപ്പിക്കുന്നു.
അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഇവരെ നമ്മൾ ആത്മാവിൽ ജനിപ്പിച്ചിട്ട് ഇവർ അന്ത്യം വരെ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പാപമില്ലാത്ത ജീവിതം നയിക്കാൻ തങ്ങളാൽ ആവോളം പരിശ്രമിച്ച് അവർ നിത്യത അവകാശമാക്കുന്ന അളവിൽ വളരാതിരുന്നാൽ നേടിയതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പാപമോചനം നടക്കുമ്പോഴാണ്, അവർ കഴുകപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അവർ സന്തതിയായെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താണ്, എനിക്ക് ഇവിടെ ഇരിക്കുന്ന അനിഷയുടെ മുഖം നോക്കിയിട്ട് ഇവൾ എൻ്റെ സന്തതിയാണെന്ന് എനിക്ക് പറയാൻ വേണമെങ്കിൽ, പക്ഷേ അല്ലേ, ആ വ്യക്തി എത്ര തൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധം എന്താണ്, ഞാൻ പറഞ്ഞ ദൈവവചനത്തിലൂടെയോ എന്നിലൂടെ വന്ന ദൈവിക പ്രവർത്തികളിലൂടെയോ എന്നിലൂടെ വന്ന ദൈവാത്മാവിൻ്റെ ശക്തിയിലൂടെയോ ആ വ്യക്തി എത്രത്തോളം ദൈവത്തോട് ചേർന്നു, എത്രത്തോളം തൻ്റെ ജീവിതത്തെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നു. ഹല്ലേലൂയ. അവിടെ വരുമ്പോഴാണ് അവർ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ എന്താണ് ആത്മാവിൽ ആ സന്തതിയെ ജനിപ്പിച്ചു എന്ന് പറയുന്ന അളവിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, പാഴ് വേലയായിട്ട് മാറും, പാഴ് ജോലി. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അവൻ സന്നിധിയിൽ, പ്രിയ ദൈവമക്കളെ, നമ്മൾക്കൊരു അപ്പനും ഒരു അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു കുഞ്ഞു ഇരിക്കുകയാണ്. ഈ കുഞ്ഞിനെ ഇവർ വളർത്തുന്നത് തന്നെ എന്താണ്, എന്നും ഒരേ വളർച്ച. ഇപ്പം ഇവന് ഒരു വയസ്സോ 2 വയസ്സെന്ന് വിചാരിക്കാം. ഈ 2 വയസ്സിൽ തന്നെ എൻ്റെ കുഞ്ഞ് ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയുണ്ടോ? ഹല്ലേലൂയ. അവരുടെ ഓരോ വയസ്സിലെയും വളർച്ച വരണമെന്നാണ് അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ആത്മാവിൽ ഒരു സന്തതിയെ ജനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയാണോ ആ വ്യക്തിയെ അടുപ്പിച്ച് വിടേണ്ടത് ആ ഭാഗങ്ങളിൽ നമ്മൾ ആ വ്യക്തിയെ വളർത്തിയാലേ ആ വ്യക്തി ദൈവരാജ്യത്തിൻ്റെ സന്തതിയായി മാറത്തുള്ളൂ, അന്ത്യം വരെ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തോട് അടുപ്പിക്കാതെ എന്നോട് എൻ്റെ കൊച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജനിപ്പിച്ചതാണ്, ഞാൻ ആത്മാവിൽ ഉരുവാക്കിയതാണ് എന്ന് പറഞ്ഞ് എന്നോട് തന്നെ ചേർത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിയുടെ പാപങ്ങളെയൊക്കെ മറച്ച് ആ വ്യക്തിയുടെ തെറ്റുകളെയെല്ലാം മൂടിക്കെട്ടി അല്ലേ നമ്മൾ കൊണ്ടു നടന്നാൽ, നമ്മൾ അല്ലെങ്കിൽ സ്വന്തമാക്കി വെച്ചിരുന്നാൽ ആ വ്യക്തി ഒരിക്കലും നിത്യരാജ്യം എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരത്തില്ല. അവിടെ ഒരു കുഞ്ഞെന്ന പദവിയിൽ എത്തത്തില്ല, ദൈവത്തിൻ്റെ കുഞ്ഞെന്ന അവസ്ഥയിലേക്ക്. ഹല്ലേലൂയ. ആ വ്യക്തി എന്താണ്, ദൈവത്തോട് നമ്മൾ ചേർത്ത് വിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തോട് ചേരുന്ന അളവിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്, നമ്മുടെ അകത്ത് എന്തുണ്ടോ അത് വെളിയിൽ വരും. വചനം അങ്ങനെ പഠിപ്പിക്കുന്നത് എന്താണ്, ഹൃദയം നിറയുന്നത് വായ് പ്രസ്താവിക്കും. അപ്പം അകത്തെന്തുണ്ടോ, ഇപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വ്യക്തിയുടെ അകത്തുനിന്ന് വരുന്നതെല്ലാം എന്താണ്, ഇത് തന്നെയാണ് ഈ ആള്. വായ് പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഒരു ആത്മാവിൽ ഒരു സന്തതിയെ ജനിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ചയെ നമ്മൾ നോക്കണം. ആ കുഞ്ഞ് ദൈവവുമായിട്ടാണോ അതിൻ്റെ ക്ലോസ് റിലേഷൻ, ദൈവിക കാര്യങ്ങളാണോ അത് സംസാരിക്കുന്നത്, ഇല്ല അടുത്തൊരു നുണയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? 5 മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഇപ്പം ഞാൻ ആത്മാവിൽ ജനിപ്പിച്ച 5 മക്കൾ ഒരുമിച്ച് കൂടുമ്പം ഒരാളുടെ നുണ തുറന്നു വിടും. ഉടനെ അടുത്ത ആൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വേറൊരു നുണ പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ വേറൊരു നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് ജനിപ്പിച്ച ആൾ നോക്കുമ്പം എന്താണ്, ആ വ്യക്തി മനസ്സിലാക്കണം ഇവർക്ക് എന്താണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആകുന്നില്ല, ഇവർ ദൈവവുമായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പിൽ വരുന്നില്ല, ഇവർ ദൈവരാജ്യത്തിലേക്ക് പോകുന്ന അളവിലോട്ടുള്ള വളർച്ചയിലേക്ക് ഇവർ വരുന്നില്ല. അവിടെയാണ് നമ്മൾ അവരെ എന്താണ്, ദൈവരാജ്യത്തിലോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ദൈവവുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അവരെ ആക്കി മാറ്റാൻ പരിശ്രമിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ ആത്മാവിൽ ജനിപ്പിക്കുന്നു എന്ന് പറയുന്ന സന്തതികളെ ദൈവത്തോട് നമ്മൾ ചേർത്ത് വെച്ചില്ല എങ്കിൽ അവർക്ക് വളർച്ചയില്ല. ഹല്ലേലൂയ. അവർക്ക് യാതൊരു വളർച്ചയില്ല. പിന്നെ നമ്മൾ ജനിപ്പിച്ചവർ കാണാൻ വേണ്ടി അവർ പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, എല്ലാം ചെയ്യും.
പക്ഷെ എന്താണ്, അവരുടെ തനിപ്പെട്ട ജീവിതങ്ങളെ നമ്മൾ നോക്കുമ്പം, അവരുടെ സംസാര രീതികളെ നമ്മൾ കേൾക്കുമ്പം നമുക്ക് മനസ്സിലാകും അവരുടെ അകത്ത് ആ വളർച്ച വന്നിട്ടില്ല. ദൈവവുമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ബന്ധത്തിലെ വളർച്ച അവരിൽ വന്നിട്ടില്ല. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്, നമ്മൾ ആത്മാവിൽ ഒരു സന്തതിയെ ജനിപ്പിക്കുമ്പോൾ, തലമുറകളെ ജനിപ്പിക്കുമ്പോൾ, ഈ തലമുറകളെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവരാജ്യത്തിലേക്കുള്ള സന്തതികളെ നമ്മൾ ഉരുവാക്കുമ്പോൾ അവരെ അടുപ്പിച്ച് വിടേണ്ടത്, ചേർത്ത് വിടേണ്ടത് ദൈവത്തോടു കൂടിയാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഒരു പ്ലസ് ടു പഠിച്ച് പാസ്സായ ഒരു കുഞ്ഞിനെ വിദേശ രാജ്യങ്ങളിലേക്കും പല ഇടങ്ങളിലേക്കും കോളേജിലേക്കും ബോർഡിങ്ങിലേക്കും അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കും പറഞ്ഞയക്കുന്നു. എന്ത് ധൈര്യത്തിലാണ്? അവർ വളർന്നു. അപ്പം എൻ്റെ അമ്മയുടെ ഉറപ്പാണ്, എൻ്റെ മക്കൾ വളർന്നു. ഇപ്പൊ പോയി 4 അക്ഷരം സംസാരിക്കാൻ, 2 ഇംഗ്ലീഷ് വാക്ക് പറയാൻ, അല്ലെങ്കിൽ എന്താണ് ഒരിടത്ത് പോയാൽ തനിയെ നിൽക്കുവാനുള്ള, മറ്റാൾക്കാരുമായിട്ട് ഇടപെടാനുള്ള വളർച്ച വന്നു. ഈ ധൈര്യത്തിലാണ് വിടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കണം. ഇപ്പൊ ഇവിടെ എന്താണ്, കൂട്ടത്തിൽ ആരാധിച്ചുകൊണ്ടെന്ന് നിങ്ങളെ എന്താക്കി, തനിയെ ഇരുന്ന് ആരാധിക്കാൻ വെച്ചു. അപ്പൊ എന്താണ്, അപ്പൊ തന്നെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വരണം. എന്താണ്, ആ അളവിൽ നമ്മൾ ദൈവത്തോടൊപ്പം വളർന്നുവോ? ഹല്ലേലൂയ. ആ പ്രാപ്തി നമുക്ക് വന്നുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവ ബ്രദർ ചിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്താണ്, ആ പ്രാപ്തി വന്നില്ലെങ്കിൽ നമ്മൾ ഈ ആരാധിക്കുന്ന എല്ലാം അവസാനം വഴക്കിലും അടിയിലേ കലാശിക്കുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ എന്താണ്, ഒരു പ്ലസ് ടു കഴിഞ്ഞ കുഞ്ഞിനെ തൻ്റെ മാതാപിതാക്കൾ വിദേശത്തേക്കും എന്താണ് ഹോസ്റ്റലിലേക്കെല്ലാം തനിയെ വിടുന്നത്, തൻ്റെ മക്കൾ വളർന്നു. അപ്പൊ ദൈവം നിങ്ങളെ തനിയെ ആക്കിയെങ്കിൽ നിങ്ങൾ വളർന്നു എന്നാണ് ദൈവം വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളെ തന്നെ ആക്കിയത്. ഇനി നിങ്ങൾ തനിയെ 1 വർഷം ആരാധിച്ചു, ഇനി എന്താണ് കൂട്ടത്തിൽ കുറച്ച് പേരെയും കൂടെ നിങ്ങൾ ഇരുത്തി ആരാധിപ്പിക്കേണ്ടി പ്രാപ്തിയായോ ഇല്ലേ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്താലുള്ള പാപമോചനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് സന്തതികളെ ദൈവരാജ്യത്തിലേക്ക് ജനിപ്പിക്കുവാനുള്ള പ്രാപ്തി വന്നു. ഹല്ലേലൂയ. അത് വന്നാൽ നമ്മൾ സന്തതികളെ ജനിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവരെ ദൈവത്തോട് ചേർത്ത് വിടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവർക്ക് ദൈവവുമായിട്ട് യഥാർത്ഥ ബന്ധത്തിൽ അവർ വളർന്നുവെങ്കിൽ അവർ ഏത് പിശാചിന്റെ മുമ്പിലും നിൽക്കും, ഏത് പരീക്ഷയുടെ മുൻപിലും നിൽക്കും, ഏത് പാപത്തിന്റെ പ്രലോഭനം വന്നാലും അവർ നിൽക്കും. അല്ലേ? അവർക്ക് മറികടക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു പ്രശ്നം മുന്നേ വന്നു നിന്നാലും അവർ അതിനെ തരണം ചെയ്യുവാൻ അവരെ അകത്ത് പ്രാപ്തരായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്താണ്, ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ അവർക്ക് വളർച്ച ഉണ്ടാകാത്തത് നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ, അതിലേക്കാണ് നമ്മൾ അവരെ നയിക്കേണ്ടത്. അതിനുശേഷമാണ് ദൈവത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രാപിക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമായിട്ട് ബന്ധം കറക്റ്റ് ആകാതെ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളർച്ച ഉണ്ടാകാതെ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ സന്തതികളെ ജനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? ഒരിക്കലും നടക്കില്ല. അങ്ങനെ ഒരു സന്തതി ഉരുവാകത്തുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ. ഹല്ലേലൂയ. ആ ജീവിതത്തെ നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രാർത്ഥന ഈ ദേശത്തിൻ്റെ നടുവിൽ ഇനി എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ കാര്യം എന്താ, ഈ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ കാര്യം എന്താ, ആ വിധ കാര്യത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഞാനൊരു ചെറിയ ഭാഗമാണ് നിങ്ങൾക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട കാര്യം ഹല്ലേലൂയ ഇവിടെ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. ദൈവം പ്രസ്താവിച്ച നിർണയമാണ് സന്തതികളെ ജനിപ്പിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അത് ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കളെ സമ്പാദിച്ച് ജനിപ്പിച്ച് ചേർക്കുക എന്ന ഒരു ദൗത്യം ആർക്കാണ് ഏൽപ്പിക്കുന്നത്? അത് ഏത് വിധത്തിലെ പ്രാപ്തി പ്രാപിച്ചാലാണ് ഏൽപ്പിക്കപ്പെടുന്നത്? അങ്ങനെ എല്ലാവർക്കും ചവറ് പോലെ എടുത്ത് കൊടുക്കുന്ന ഒരു കാര്യം അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ വളർച്ച എത്രയായി,
നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഇനി നമുക്ക് ആത്മാവിൽ സന്തതികളെ ജനിപ്പിക്കാം എന്ന ആ വലിയ കോൺഫിഡൻറ്റ് വന്നോ? ഹല്ലേലൂയ. ഇല്ല, നമുക്ക് പാട്ടും പ്രാർത്ഥനയും ആരാധനയും അതുവരെയുള്ള ആ ഒരു വളർച്ച മാത്രമാണോ വന്നത്? ഹല്ലേലൂയ. ഇന്നൊരു വ്യക്തിയിലിരിക്കുന്ന പാപത്തെ ചൂണ്ടിക്കാണിച്ച് അവരെ ദൈവത്തിങ്കലേക്ക് ചേർത്ത് കൊണ്ടുപോകുന്ന, അടുപ്പിച്ചു കൊണ്ടുപോകുന്ന അത്ര ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നോ? ഇനി ഇതെല്ലാം ചെയ്യാൻ വിളിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ആമേൻ പാപമോചനം എന്ന ഒരു കാര്യം വന്നിട്ടുണ്ടോ? ഇനിയും എന്നോട് ദൈവം ക്ഷമിക്കാത്ത പാപം ഇരിക്കുന്നോ? ഇല്ല, എനിക്ക് ഇന്ന പാപത്തെ ഇപ്പോഴും വിടാൻ പറ്റുന്നില്ല, ഇന്ന കാര്യത്തെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ക്രമപ്പെടുത്താൻ പറ്റുന്നില്ല. ആമേൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? ആമേൻ. അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരുന്നാൽ ആമേൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആരും ജനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ക്രിയ നടത്തത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ക്രിയ നടത്തില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാ പ്രിയ ദൈവമക്കളെ? ആരാ പരിശുദ്ധാത്മാവ്? ത്രിത്വത്തിൽ മൂന്നാമനെ ദൈവമാ പരിശുദ്ധാത്മാവ്. നമ്മളീ പറയുന്നല്ലോ ഈ ആത്മാവെന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കളിപ്പിള്ളയാണെന്ന്. സമ്പൂർണ്ണ പരിശുദ്ധൻ എന്ന് വെച്ചാൽ ത്രിത്വത്തിൽ മുതൽ പിതാ പുത്ര യേശുവിൻ്റെ അതേ സ്ഥാനമാണ്, അതേ ആളത്വം, അതേ വ്യക്തിത്വമാണ് ആമേൻ ആർക്കിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന് ഇരിക്കുന്നത്. വേറെ വേറെ റോൾ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ എന്താണ്, നമ്മൾ പിതാവ് യേശു അതിന് നമ്മൾ ഭയങ്കരമായിട്ട് കാണും. പക്ഷെ ആത്മാവെന്ന് പറയുമ്പോൾ ആത്മാവ് അങ്ങനല്ലേ? പിതാവായ ദൈവം ഭയങ്കര പേടി വരും, ഉടനെ ഭയങ്കര പേടി വരും. യേശു കർത്താവ് കാൽവരിയിൽ മറിച്ചതാണ്, യേശു പിശാചിനെ ജയിച്ചതാണ്, യേശു കാൽ കീഴിലാക്കിയതാണ്, നമുക്കൊരു ഭയങ്കര ഇത് വരും. പക്ഷെ ആത്മാവെന്ന് പറയുമ്പോൾ വലിയ സീരിയസ്. പലരുടെയും വാക്കുകളിലും വരില്ല, പലരുടെയും പ്രവർത്തികളിലും വരുന്നില്ല. ഇപ്പം ആത്മാവ് നമ്മളോട് ഒരു കാര്യം ഇടപെട്ടു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു സാധാരണ ആളല്ല. നമ്മളെന്താണ് പിള്ളേരെ കളിപ്പിക്കുന്ന പോലത്തെ ഒരു കാര്യമില്ല. പരിശുദ്ധാത്മാവിനെ വെച്ച് പിള്ളേരെ കളിപ്പിക്കും പോലെ കളിപ്പിക്കാനൊന്നും പറ്റൂല. ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലാണ് അന്ത്യ ന്യായവിധി നാളിൽ യേശു കർത്താവിൻ്റെ വരവിൽ നമുക്ക് എന്താണ് മുദ്രയിട്ടിരിക്കുന്ന അച്ചാരം, നമ്മളെ മുദ്ര വെച്ചിരിക്കുന്നത്. അപ്പം നിസ്സാര കാര്യമല്ല. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അപ്പം പരിശുദ്ധ ആത്മാവിൽ നമ്മൾ അത് ചെയ്യുന്നു, ആത്മാവിൽ നമ്മൾ ഇത് ചെയ്യുന്നു, ആത്മാവിൽ നമ്മൾ എന്താണ് ജനിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേ ആമേൻ അത് പരിശുദ്ധാത്മാവ് ആരാണെന്ന് ശരിക്കും അറിഞ്ഞാണ് പറയാൻ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്താണ്, പരിശുദ്ധാത്മാവിന് ദുഃഖം വന്ന, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മളെ വീണ്ടെടുപ്പ് നാളിനായി നമ്മുടെ കർത്താവ് നമ്മളെ വന്ന് ചേർത്ത് കൊണ്ടുപോകാൻ അടിച്ചിരിക്കുന്ന മുദ്ര നമ്മുടെ കയ്യിൽ ഇല്ല, ഇറങ്ങിപ്പോവും പരിശുദ്ധാത്മാവ്. കൊടും ക്രൂര പിശാചുക്കൾ ഇരിക്കുന്നവർ കുടുംബമായി എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു. വചനം എന്താ പറയുക? ഈ ബൈബിൾ തന്നെയല്ലോ അവരെടുത്തിരിക്കുന്നത്. ഇതിലെന്താ പറയുന്നത്? ഭാര്യയെ നിന്റെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. ഈ കൽപ്പനയൊന്നും എനിക്ക് വേണ്ട, പക്ഷെ ആത്മാവ് എനിക്ക് ഒഴുകുന്നു. ഞാൻ കണ്ണടച്ച് എനിക്ക് ദർശനം വരും, എനിക്ക് വെളിപ്പാട് വരും, എനിക്ക് എല്ലാം വരും. എന്താണ്, വളരെ വേദന ഉണ്ട് എനിക്ക്. രാവിലെ ഞാൻ ഒരു അക്ഷരം ഇടാതെ അടച്ചു നിന്ന്. എന്താണ് 3 ദിവസം വന്നിരുന്ന് നിത്യസ്നേഹം എന്ത്, പ്രാർത്ഥന എന്ത്, ശുശ്രൂഷ എന്ത്, എല്ലാ കാര്യങ്ങളും പഠിച്ച് കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ട് എല്ലാം പോയിട്ടും ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇവർ ആത്മാവ് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവർ സന്തതിയെ ജനിപ്പിക്കാൻ പോകുന്നു? ഇവർ എന്തോന്ന് സന്തതിയെ ജനിപ്പിക്കും? ഇവരകത്തിരിക്കുന്നതാണല്ലോ ജനിപ്പിക്കാൻ പറ്റൂ. ഇപ്പൊ എന്തിനാണ് ഒരു കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാൻ DNA ടെസ്റ്റ് ചെയ്യുന്നു? അപ്പൊ അച്ഛൻ്റെ അകത്തിരുന്ന വിത്താണല്ലോ ഈ കൊച്ച്. അപ്പം എന്താണ്, ആത്മാവിൽ ജനിക്കപ്പെട്ട, പാപം മോചിക്കപ്പെട്ട, യേശുവിൻ്റെ നാമത്താലുള്ള പാപമോചനം ലഭിച്ച ആ വ്യക്തി ആത്മാവിൽ സന്തതിയെ ജനിപ്പിക്കണം. ജനിപ്പിച്ചാലേ ആ വ്യക്തിയിലിരിക്കുന്ന വിത്ത് തന്നെ അങ്ങോട്ട് പോവും. ശരീരത്തിൽ ജനിപ്പിച്ചാലും അങ്ങനെ തന്നെ, ആത്മാവിൽ ജനിപ്പിച്ചാലും അങ്ങനെ തന്നെ.
ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ചവറ് സാധനമല്ല എല്ലാവർക്കും കൂടെ എടുത്തിട്ട് തട്ടിക്കളിക്കാൻ. നമ്മൾ വിചാരിക്കും പോലെ ഇനി ഒഴുകി വരാനൊന്നും അങ്ങനെ ഒന്നും വരില്ല പരിശുദ്ധാത്മാവ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നമ്മൾ പ്രകൃതി മനുഷ്യനാണ്. പ്രകൃതി മനുഷ്യന്റെ മേൽ പ്രകൃതിയാതിലുള്ള ആത്മാക്കൾ തന്നെ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് ക്രിയ നടത്തത്തില്ല. പരിശുദ്ധാത്മാവ് ആരാണെന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം പപ്പയെടുത്ത് പറയും, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരാഴ്ച ഒരു സെമിനാർ നടത്തുമെന്ന് പറയണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്, അറിഞ്ഞുകൂടെങ്കിൽ. പരിശുദ്ധാത്മാവ് നമ്മൾ വിചാരിക്കരുത് ഇന്ന വ്യക്തി ആത്മാവിനെ വെച്ച് ഇങ്ങനെ കാണിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സാധനമാണ്, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ ഉണ്ടെങ്കിൽ ആമേൻ ഇങ്ങനെപ്പെട്ട മനുഷ്യർ ചെയ്യുന്ന പോലെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് കുറ്റബോധം തരും, പാപബോധം തരും. ഒരു ചെറിയ ഇത്ര നീളത്തിനൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണ, ആത്മാവിനാൽ ജനിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ, പാപം മോചിച്ച് കിട്ടിയ വ്യക്തിയാണെങ്കിൽ ഇത്രയോ ഒന്ന് വന്നാൽ മതി, ഉള്ളം കിടന്ന് ചങ്കിടിക്കാൻ തുടങ്ങും, ഹാർട്ട് ഇടിക്കാൻ തുടങ്ങും. എന്തെന്നറിയാമോ? എൻ്റെ ദൈവം വിട്ടു പോവോ, അയ്യോ ഞാൻ ഇത് ചെയ്ത്, അയ്യോ ഞാൻ ഇത് പറഞ്ഞ്, അയ്യോ ഇന്നവരെ കുറിച്ച് എങ്ങനെ വിചാരിച്ച്, അയ്യോ വചനത്തില്ലാത്ത ഒരു കാര്യം ഞാൻ ചിന്തിച്ച്. ഇതൊന്നും ഇല്ല. പക്ഷെ അവർക്ക് എന്താണ്? കണ്ണ് മൂടുമ്പോൾ ആരാധിച്ച് തുടങ്ങിയ ഉടനെ അവർക്ക് എന്തൊഴുകുന്നു? ആത്മാവ് ഒഴുകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മൗനമായിരിക്കും പ്രിയ ദൈവമക്കളെ. പക്ഷേ ആമേൻ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഏത് പാപവും ഞാൻ നിങ്ങളെടുത്ത് ക്ഷമിക്കും, എൻ്റെ രക്തത്തിന് അതിന് കഴിവുണ്ട്, ഞാൻ ക്ഷമിക്കും നിങ്ങൾ ചെയ്ത് ഏത് പാപം ചെയ്യും. പക്ഷേ എൻ്റെ ആത്മാവിന് നേരെ നിങ്ങൾ കളിച്ച. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആത്മാവിൽ സന്തതിയെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീട്ടിലെ പ്രാർത്ഥന എല്ലാം അങ്ങനെ ആരംഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആത്മാവിൽ സന്തതികളെ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ആ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീടുകളിൽ ദൈവം സഭ ഉരുവാക്കിയിട്ടുണ്ട്, വീടുകളിൽ ആരാധന നടന്നിട്ടുണ്ട്. പൗലോസ് തന്നെ 280 വീട്ടിലെ സഭ ചെയ്തിട്ടുണ്ട്. എല്ലാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടും. പക്ഷേ ആത്മാവിൽ നമ്മൾ ജനിപ്പിക്കുന്ന സന്തതി ഈ ഭൂമിക്ക് വേണ്ടിയുള്ളതല്ല, അവൻ സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള സന്തതിയെ നമ്മൾ ജനിപ്പിക്കുമ്പോൾ ആദ്യം നമ്മിൽ പാപം മോചിക്കപ്പെട്ട് എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ടാണോ എൻ്റെ ജീവിതം തുടർന്നു കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെപ്പെട്ട ഹല്ലേലൂയ ജീവിതം നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ അകത്തിരിക്കുന്ന വിത്ത്, ആത്മാവെന്ന വിത്ത്, വചനമെന്ന യേശു ക്രിസ്തുവാകുന്ന വിത്ത്, ഇത് ഇന്നൊരു വ്യക്തിയിലേക്ക് പോയി ആ വ്യക്തി ആത്മാവിൽ ജനിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ അകത്തുനിന്ന് പോകുന്ന വചനമെന്ന വിത്ത് ജഡപ്രകാരം ഒരു അച്ഛൻ്റെ ജീനാണ്. ഹല്ലേലൂയ. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി അണ്ടവുമായി യോജിച്ച് കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ ആത്മാവിലൊരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന വചനമെന്ന വിത്ത് ഒരു വ്യക്തിയിലേക്ക് പോയി പ്രവേശിച്ച് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ക്രിയ നടത്തി ആ വ്യക്തിയെ പാപബോധത്തിൽ കൊണ്ടുവന്ന് പാപമോചനത്തിലേക്ക് ആ വ്യക്തിയെ നയിച്ച് ആ വ്യക്തിയിൽ ഒരു ജനനം നടക്കും. അതാണ് ആത്മജനനം. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിൽ ജനിക്കപ്പെട്ട കുഞ്ഞ് എവിടേക്ക് പോകും? നിത്യതയിലേക്ക് പോകും. ഇനി അങ്ങനെ ആത്മാവിൽ ജനിക്കപ്പെട്ട കുഞ്ഞ് ദിനം തോറും വളരണം. അത് പിന്നെ പാസ്റ്റർ എപ്പോഴും പോയി ഉന്താൻ പറ്റുമോ? അങ്ങനെ അല്ല. ആ കുഞ്ഞിനെ നമ്മൾ ദൈവത്തോടാണ് അടുപ്പിച്ച് വിടേണ്ടത്. നിനക്കൊരാവശ്യമുണ്ടോ? അപ്പോൾ പ്രാർത്ഥിക്കും ദൈവത്തോട്, അല്ലേ? നിനക്കിന്നെ പ്രശ്നമാണോ? ഇപ്പം നീ വചനം ധ്യാനിക്ക്. നിന്റെ ചിന്തകൾക്ക് നിനക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ലേ? ഒരു വചനം വായിക്ക്. ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും ഇല്ലാത്ത ക്രിസ്ത്യാനിയും ശുശ്രൂഷക്കാരും എന്തോന്നാണ്? കഴിഞ്ഞ ദിവസം ഒരാളത്തെ സംസാരിച്ചു പറയണ, ഒറ്റയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല. ആളാര്? പാസ്റ്റർ. ഒറ്റയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല, കൂട്ടത്തിൽ ആൾ വേണം. അപ്പൊ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അതെന്താണ്? എന്ത് ജീവിതമാണ്? എനിക്ക് മനസ്സിലായില്ല ഒന്നും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ, ഒറ്റയ്ക്കല്ലേ പിതാവിനോട് നമ്മൾ സംസാരിക്കേണ്ടത്? ഇവിടെ യേശു കർത്താവ് ആരെടുത്താ? പിതാവിനോട് രാത്രി എത്ര തിരക്കുണ്ടെങ്കിലും യേശു പോയി പിതാവിൻ്റെ മുന്നേ മുട്ടുകുത്തി പോയി പ്രാർത്ഥിച്ച്, പുലർകാലത്തിൽ പ്രാർത്ഥിച്ച്
പകല് മൊത്തവും ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടാണ് യേശു ജീവിച്ചത്. ഇപ്പൊ നമ്മളെന്താ യേശുവിനെ പോലെ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മളും പറയുന്നത്. അപ്പോൾ ആ വ്യക്തി എന്നോട് പറയാ, പാസ്റ്റർ എനിക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല, ആരെങ്കിലുമൊക്കെ കൂടെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്നോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താണ് തനിയെ പ്രാർത്ഥിക്കാൻ, പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാനോ ഈ വചനത്തെ ധ്യാനിക്കാനോ വായിക്കാൻ അറിയാവുന്ന ഒരു കാര്യവും ഞാൻ പറയുന്നത്. വായിക്കാൻ അറിയാവുന്നവർ ഈ വചനം ധ്യാനിച്ച് ഈ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുള്ള സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിനോട് കൂടെ വചനത്തിൽ സഞ്ചരിക്കാൻ കഴിയാതെ, തനിയെ പിതാവിനോട് തൻ്റെ വിഷയങ്ങൾ, തൻ്റെ അന്നുള്ള ആവശ്യങ്ങൾ, തൻ്റെ വിഷയങ്ങൾ പിതാവിനോട് പോയി സംസാരിക്കാനോ ഒന്നിനും കഴിയുന്നില്ല എങ്കിൽ ഈ രണ്ട് കാര്യം ഇല്ലാത്ത ഒരാളുടെ ജീവിതം എന്താണ്? ആ വ്യക്തി ആത്മീയനാണ്? ആ വ്യക്തി നിത്യരാജ്യത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആളാണോ? ആ വ്യക്തി ഇനി സന്തതികളെ ജനിപ്പിക്കാനുള്ള ആളാണോ? ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ആത്മ മനുഷ്യൻ വളരുന്നത് ഈ രണ്ട് കാര്യത്തിലാണ്. ഒരു മനുഷ്യന് നമ്മൾക്ക് ഈ ജഡ ഇതുണ്ട്. നമ്മുടെ ചർച്ചിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ്. ആത്മ, ആവി, ശരീരം. ഇത് എത്ര വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കണമെന്നറിയാമോ? അപ്പം എന്താണ് നമ്മുടെ അകത്തിരിക്കുന്ന അകത്തെ മനുഷ്യൻ വളരാൻ ഈ രണ്ട് സാധനമാണ്: ദൈവവചന ധ്യാനവും പിതാവിനോടുള്ള വ്യക്തിപര ബന്ധവും, തനിയെ പിതാവിനോട് സംസാരിക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് എനിക്ക് പള്ളിയിൽ വന്ന ആരാധനയുണ്ട്, എനിക്ക് പള്ളിയിൽ വന്ന അഭിഷേകമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച അത് നടക്കും, ഞാൻ പ്രാർത്ഥിച്ച ഇത് നടക്കും, എല്ലാം നടക്കും. പക്ഷെ എനിക്ക് എൻ്റെ ആത്മ മനുഷ്യന് വളർച്ചയില്ല. അപ്പം അത് എവിടെ നിന്ന് വരുന്ന ആ ആത്മാവാണെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. തനിയെ കർത്താവിനോട് സംസാരിച്ച് എൻ്റെ യേശു മാതൃക കാണിച്ചു തന്നു. പിതാവിനോട് രാത്രി, നമുക്ക് എത്ര തിരക്കുള്ളവരാണെങ്കിലും, ഹല്ലേലൂയ, നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ കർത്താവിൻ്റെ അടുത്ത്, ഞാൻ ഒരിക്കലും ഒരു കർത്താവിൻ്റെ ദാസനെ ഞാൻ കൗൺസിൽ ചെയ്യുമ്പോൾ താൻ എന്നോട് പറഞ്ഞതാ തനിക്ക് തന്നെ പ്രാർത്ഥിക്കാം. അപ്പം എനിക്ക് ഭയങ്കര തിരക്കാണ് സിസ്റ്റർ, ഭയങ്കര തിരക്കാണ്. അപ്പം പിന്നെ യേശു ആര്? ഇയാൾ യേശുവിനെക്കാളും വലിയ ആളാണോ? തിരക്ക്. അപ്പൊ ചോദിച്ചവൻ പറയണേ, ഞാൻ ദൈവത്തിന്റെ വേലയല്ലേ ചെയ്യണത്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. കണ്ടോ പിശാച് എത്ര മനുഷ്യന്റെ ഹൃദയത്തെ വഞ്ചിച്ചിരിക്കുന്നെന്ന് നോക്കണേ. ഞാൻ ദൈവത്തിന്റെ വേലയല്ലേ ചെയ്യുന്നേ, അപ്പൊ എനിക്കിനി അതുകൊണ്ട് തന്നെ പോയി ഇനിയിപ്പോ പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. അപ്പം ആ ഹൃദയത്തെ പിശാച് കവർന്നെടുത്തു. അങ്ങനെ യേശു ആരാണ്? എന്താ പറയുക, യേശു അല്ലേ പറയേണ്ടത്? താൻ പോണെടുത്ത എല്ലാ ആൾക്കാർ. പക്ഷേ വചനത്തിൽ കൃത്യമായിട്ട് യേശു പറഞ്ഞു, താൻ അർദ്ധരാത്രിയിലും പുലർകാലങ്ങളിലും പിതാവിനോട് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഹല്ലേലൂയ, ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആത്മാവിൽ ഇങ്ങനെപ്പെട്ട ഒരു വീട്ടിൽ ആമേൻ നല്ലതാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ. 5 പേര് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ത്യകാലത്ത് ആദിമ നൂറ്റാണ്ടിൽ നടന്നതുപോലെ അനേക കാര്യങ്ങൾ ഇന്നും പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. ഇന്നും ആ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിയ നടത്തും. ഹല്ലേലൂയ. പക്ഷേ ആമേൻ, നമ്മൾ നമ്മുടെ ജീവിതത്തെയും ആമേൻ നമ്മിലൂടെ നടക്കേണ്ടിയ ആമേൻ പ്രവർത്തികളെയും ആത്മാവിലുള്ള ജനനത്തെയും ആമേൻ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് ആമേൻ നമ്മിലൂടെ ആ പ്രക്രിയ നടക്കാൻ സാധ്യതയുണ്ടോ? ആമേൻ അങ്ങനെയുള്ള പ്രവൃത്തികൾ നടക്കുമോ? ഇല്ല നമ്മൾ വെറും ഒരു മൂഢ ചിന്തയിലാണോ, ഇല്ല ഒരു മൂഢ പ്രത്യാശയിലാണോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? ആമേൻ നമ്മുടെ ജീവിതത്തെ ആമേൻ ഒന്ന് പരിശോധിക്കാം. ആമേൻ ഈ സന്ധ്യയിൽ നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ കരങ്ങളിൽ നമ്മളെ വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു ചെറിയ ചിന്തയാണ് ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ആമേൻ ആമേൻ പപ്പയ്ക്ക് വയ്യാത്തത് കൊണ്ട് ആമേൻ ഇവിടെ എന്താണ് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ആത്മാവിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ആമേൻ ഞാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, ദൈവമേ ഇവിടെ എന്ത് വചനമാണ് ഞാൻ സംസാരിക്കേണ്ടത്? ഒരു പ്രീ പ്ലാനും ഇല്ല. ഹല്ലേലൂയ. ആമേൻ ഞാൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേ വന്നു. ഹല്ലേലൂയ. ദൈവം എനിക്ക് തന്ന വചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഹല്ലേലൂയ. ആമേൻ ഈ പകലില് ആമേൻ നമ്മുടെ ഹൃദയത്തെ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ കൈ മുഷ്ടിയുടെ അത്ര വലിപ്പമേ ഉള്ളൂ. നമ്മുടെ ആ കൈ 10 വിരലും അടക്കിയാൽ ഉള്ള വലിപ്പമാണ് നമ്മുടെ ഹൃദയം.
ആ ഹൃദയത്തെ ആമേൻ ഹാലലൂയ ദൈവത്തിന്റെ കരത്തിലൊന്ന് കൊടുത്ത്, കർത്താവേ ആമേൻ ഹാലലൂയ എന്നെ ദൈവം ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ ആത്മാവിൽ സന്തതികൾ ഉരുവാക്കണം. ആമേൻ ഹാലലൂയ. ഇത് ആമേൻ എന്താണ് ഉരുവാക്കുന്നത്? എന്താണ്? ആമേൻ എൻ്റെ പിതാവിന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. ഹാലലൂയ. എൻ്റെ പിതാവിന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. ഹാലലൂയ. പക്ഷേ ആമേൻ അവിടേക്ക് അതൊരു കുഞ്ഞായിട്ട് മാറണമെങ്കിൽ, അതൊരു സന്തതിയായിട്ട് മാറണമെങ്കിൽ ആദ്യം പാപമോചനം, യേശു ക്രിസ്തുവിന്റെ നാമത്താലുള്ള പാപമോചനം ഉണ്ടാകണം. ഹാലലൂയ. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിൽ പാപമോചനം നടക്കാതെ പരിശുദ്ധാത്മാവിന്റെ ക്രിയ നടക്കത്തില്ല. പ്രിയ മക്കളെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ ശുദ്ധ അബദ്ധമാണ്. ഹല്ലേലൂയ. പാപം മോചിക്കപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ആമേൻ ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ ക്രിയ നടക്കത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. നിന്റെ ജീവിതത്തിൽ ഇതുണ്ട്, നിന്റെ ജീവിതത്തിൽ അതുണ്ട്, കറക്റ്റ് ചെയ്, ഇത് ചെയ്, അത് ചെയ്. ആമേൻ. നീ ഇങ്ങനെയാണ്, നിന്റെ പ്രാർത്ഥന എന്നോട് ഒറ്റയ്ക്കുള്ള സംസാരം ഇല്ല നിനക്ക്. നീ എത്ര നാളായി ബൈബിൾ വായിച്ചിട്ട്? ആമേൻ. എൻ്റെ വചനത്തിനകത്തിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച് നീ എന്നോട് ചോദിച്ചോ ഇത്ര നാള്? ആമേൻ ഹാല. പിന്നെ എങ്ങനെയാണ് നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അഭിഷേകം വേണമെന്ന് നീ എന്നോട് ചോദിക്കുന്നത്? ആമേൻ ഹാല. ഏത് അടിസ്ഥാനത്തിൽ ഞാൻ നിനക്ക് അഭിഷേകം തരും? ആമേൻ ഹാലലൂയ. ഇന്നത്തെ ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കും ഒരു കാലത്ത് ഭയങ്കര മനസ്സിനകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി നമ്മിലേക്ക് വന്ന ആദ്യത്തെ ക്രിയ നടത്താൻ വരുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് ശേഷമാണ് നമ്മൾ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമ്മളെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ച അവൻ എല്ലാവരുടെ ജീവിതത്തിലും വന്നു കഴിഞ്ഞു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന കാര്യമല്ല. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ആ വ്യക്തിയെ അധികാരപ്പെടുത്തുന്നത്. ആമേൻ. അങ്ങനെ ആത്മപ്രവാഹം കടന്നു വരുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം പഴയ നിയമത്തിൽ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ആത്മാവ് ചില കാര്യങ്ങൾ നടത്തിക്കാനായിട്ട് വന്നു. അത് അന്ന് ആമേൻ ഹല്ലേലൂയ നിറവില്ലായിരുന്നു. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്ന, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്യാൻ പോവുക ഏതോ ഒരു കാര്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾ പോയി ഹല്ലേലൂയ ഈ കാര്യം, ഈ ഉത്തരവാദിത്വം നിങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്നു. ഇല്ല, അഭിഷേകത്താൽ ഇന്ന കൃപാവരം. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഈ അഭിഷേകം, ഈ മുഴുകൽ, ആത്മാവിന്റെ ആ മുഴുകലിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് രോഗശാന്തികളുടെ വരം. ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതികൾ നമ്മളെ നിറയ്ക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ആമേൻ, അത് അത്ര പെട്ടെന്ന് നടക്കത്തില്ല പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കുത്തിക്കൊണ്ടേയിരിക്കും. ശരിയാക്കേണ്ട ഭാഗങ്ങൾ വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളും. ഹല്ലേലൂയ. ആമേൻ. എന്തെന്നറിയാമോ? നേരെയാകാനാ. ഹല്ലേലൂയ. ഇതൊക്കെ കിട്ടുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആത്മാവിനെ തള്ളി മാറ്റിയിട്ട് നമ്മൾ ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ, ഇതുപോലൊരു ഭവന കൂട്ടത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ ആമേൻ ആത്മാവിൽ സന്തതികളെ ജനിപ്പിക്കുന്ന ക്രിയ നടക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. നടക്കത്തേയില്ല. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ മൂഢമായി ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ ഒരാത്മാവിനെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പ്രിയ ദൈവമക്കളെ? അത്ര എളുപ്പമുള്ളൊരു കാര്യമാണോ? ഹല്ലേലൂയ. ആമേൻ. ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാ. ഹല്ലേലൂയ. സർവ്വലോകത്തെയും പിടിച്ചടക്കുന്ന ആമേൻ ഹല്ലേലൂയ ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കാര്യമാണോ? ഹല്ലേലൂയ. അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ വെച്ചു കൊടുക്കാൻ പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കർത്താവിനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ആത്മാവിൽ സന്തതികളെ ഉരുവാക്കി എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ അയക്കണം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആ പ്രവൃത്തിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമം വന്നിട്ടുണ്ടോ? ആമേൻ. എനിക്ക് യേശുക്രിസ്തുവിന്റെ നാമത്താലുള്ള പാപമോചനം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? ആമേൻ. ഇല്ല, ഞാൻ ഇന്നും തെറ്റിൽ തുടരുന്ന ആളാണോ? ആമേൻ. പരിശുദ്ധാത്മ പലവട്ടം എൻ്റെ ഹൃദയത്തെ തള്ളിയിട്ടും ഞാൻ നേരെയാക്കാത്ത ഭാഗങ്ങൾ എനിക്ക് ഉണ്ടോ ദൈവമേ? ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു കർത്താവ്. ഇതുവരെ നിനക്ക് വേണ്ടി ഒരു സന്തതിയെ ഉരുവാക്കുവാനുള്ള ആ പ്രാപ്തി എനിക്ക് വന്നിട്ടില്ല കർത്താവ്. എനിക്ക് ഇതുവരെ അത് വന്നിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. പക്ഷേ ആമേൻ ഞാൻ ഏതോ ഒരു മൂഢചിന്തയിലായിരുന്നു. ആമേൻ. ഞാൻ കണ്ണടിച്ച് പ്രാർത്ഥിച്ചാൽ, ഞാൻ കുറച്ച് ആരാധിച്ചാൽ എനിക്ക് ആമേൻ ഹല്ലേലൂയ അങ്ങനത്തെ പ്രവൃത്തികൾ എന്നിലൂടെ നടക്കുമെന്ന് ഞാൻ ഹല്ലേലൂയ മൂഢമായി ചിന്തിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ ഹല്ലേലൂയ എന്നോട് ദൈവം മനസ്സലിഞ്ഞ് എന്നോട് ദൈവം ദയ കാണിച്ച് ആമേൻ ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സന്തതികളെ ഉരുവാക്കുവാൻ ആമേൻ ഹല്ലേലൂയ ഒരു ജഡത്തിലെ അപ്പൻ തൻ്റെ അകത്തിരിക്കുന്ന വിത്താണ് ആമേൻ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അകത്ത് ഏത് വിത്താണ് ഇരിക്കുന്നത്? പാപത്തിന്റെ വിത്താണോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പിശാചിന്റെ ആധിപത്യങ്ങളുടെ വിത്താണോ നമ്മുടെ അകത്ത് ഇരിക്കുന്നത്?
ആമേൻ. പ്രകൃതിയാലുള്ള സ്വഭാവങ്ങളാണോ നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്നത്? ആമേൻ. ജന്മ സ്വഭാവങ്ങളാണോ നമ്മളെ കീഴടക്കിയിരിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പലവട്ടം ഉണർത്തിയിട്ടും അതിനൊന്ന് കീഴ്പ്പെട്ട് കൊടുക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഇതും കൊണ്ട് നമ്മളൊരു സന്തതിയെ ജനിപ്പിക്കാൻ പോയാ പ്രിയ ദൈവമക്കളെ, നമ്മുടെ അകത്ത് എന്തുണ്ടോ അത് തന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ആകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. തൽക്കാലം ഒരു കാൺമരയ്ക്ക് എന്തോ നടന്നെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും നടന്നില്ല പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവ് ക്രിയ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ആമേൻ, നിങ്ങൾ ഒരു വ്യക്തിയെ ആത്മാവിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവം തന്ന പ്രാപ്തി അനുസരിച്ച് ദൈവത്തിന്റെ ആമേൻ പാപമോചനം പ്രാപിച്ചുകൊണ്ട് നമ്മളൊരു സന്തതിയെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്തതിയുടെ വളർച്ചയെ ഒന്ന് നോക്കണേ പ്രിയ ദൈവമക്കളെ. അവിടെ വളരുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ. ഹല്ലേലൂയ. ആമേൻ. അവർക്ക് ദൈവമായിട്ടാണോ ബന്ധമെന്നൊന്ന് നോക്കണേ. ഹല്ലേലൂയ. അവർ സംസാരിക്കുമ്പോൾ 5 പേര് കൂടി അവരുടെ അകത്തുനിന്ന് എന്താണ് പുറത്തേക്ക് വരുന്നതെന്ന് ആമേൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. അത് കണ്ടുപിടിക്കാൻ പറ്റിയ ആമേൻ നിങ്ങൾ അവരെ ദൈവത്തോട് ചേർത്ത് വിടണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർത്ത് വിട്ടാൽ ഈ ലോകത്തിന്റെ എവിടെ വേണോ അവരെ നമുക്ക് അയക്കാം. എത്ര സന്തതികളെ ജനിപ്പിക്കാനും നമുക്ക് പറഞ്ഞു വിടാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ആമേൻ ഹല്ലേലൂയ നമ്മിലൂടെയോ ആമേൻ ഹല്ലേലൂയ നാമേ പിരിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ആമേൻ വിളിയും തിരഞ്ഞെടുപ്പും തന്ന് ആമേൻ തിരഞ്ഞെടുത്തത് ആമേൻ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ആമേൻ ആ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ആമേൻ ഹല്ലേലൂയ ഇന്ന് ആമേൻ ഈ സന്ധ്യയിൽ നമ്മൾ ആദ്യം ഹല്ലേലൂയ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആമേൻ ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ ഈ കുടുംബത്തെ ഇവിടെ എന്തിനാക്കി വെച്ചോ ആ ദൈവിക പ്രവൃത്തി തുടർന്ന് നടക്കാനുള്ള ആമേൻ ദൈവിക പ്ലാനുകൾക്കായി ആമേൻ നമ്മൾ ദൈവത്തിന്റെ കരങ്ങൾ കൊടുത്ത് ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ സന്ധ്യയിൽ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥനയിൽ ആമേൻ ഹല്ലേലൂയ ജാഗരിക്കാം. ആമേൻ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് എഴുന്നേറ്റ് നിന്ന് ആമേൻ അടുത്ത് നിൽക്കുന്നവരുമായിട്ട് കരമൊന്ന് കോർത്ത് പിടിച്ച് ആമേൻ ഹല്ലേലൂയ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ.